പ്രിയപ്പെട്ട കുട്ടികളെ, ഭൗതികശാസ്ത്രത്തിലെ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മാത്രമല്ല, ഒരു അസൈൻമെൻറ്റും ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. സയൻസ് ഏരിയയിൽ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതിയോ? നിങ്ങളുടെ ടീച്ചേഴ്സിനെ അത് കാണിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു കാന്തിക മണ്ഡലത്തിൽ ചലിക്കുന്ന ചാലകത്തിൽ അല്ലെങ്കിൽ കാന്തം ചലിപ്പിക്കുമ്പോൾ, ഇത് കാന്തിക മണ്ഡലത്തിൽ ചാലകമോ കാന്തമോ ചലിക്കുമ്പോൾ ചാലകത്തിൽ പ്രേരണം ചെയ്യുന്ന EMFനെ അല്ലെങ്കിൽ കോയിലിൽ പ്രേരണം ചെയ്യുന്ന EMFനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ശരിയല്ലേ? അതെ, ഇത് തന്നെയാണ് നമ്മളിന്നും ചർച്ച ചെയ്യുന്നത്. അസൈൻമെൻറ്റിൻ്റെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ആനിമേഷൻ കാണാം. ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ചിത്രത്തിൽ ഒരു കാന്തം കാണാമല്ലോ, ഒരു മാഗ്നറ്റ് കാണാം. മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാന്തിക മണ്ഡലരേഖകൾ കാണാമല്ലോ അല്ലേ? കാന്തിക മണ്ഡലരേഖകൾ എവിടെ നിന്ന് ചലിക്കുന്നത്? അതെ, വളരെ ശരിയാണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഒരു കാന്തിക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലരേഖകളെയും ചേർത്ത് നമ്മൾ എന്ത് പറയും? അതെ, വളരെ ശരിയാണ്, കാന്തിക ഫ്ലക്സ്. അപ്പോൾ ഈ ആനിമേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാന്തം, ഒരു കോയിലിൽ വൈദ്യുതി പ്രേരണം ചെയ്യുമ്പോൾ അത് നമുക്കറിയാൻ സാധിക്കുന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തുപയോഗിച്ചു? അതെ, ഒരു ഗാൽവനോമീറ്റർ. നിങ്ങൾക്ക് ഗാൽവനോമീറ്റർ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പരീക്ഷണത്തിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. ഗാൽവനോമീറ്ററോടൊപ്പം തന്നെ ഒരു ബൾബും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാണുന്നുണ്ടോ? അതെ. ഇപ്പോൾ ഗാൽവനോമീറ്റർ, ബൾബ്, കോയിൽ, അതോടൊപ്പം കാന്തത്തിൻ്റെ ഫ്ലക്സ് ലൈനുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കോയിലിലൂടെ വൈദ്യുതി ഒഴുകുന്നുണ്ടോ? ഇല്ല. എങ്ങനെ നമുക്ക് മനസ്സിലായി വൈദ്യുതി ഒഴുകുന്നില്ല എന്ന്? എങ്ങനെ? അതെ, വെരി ഗുഡ്. ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, മാത്രമല്ല ബൾബ് പ്രകാശിക്കുന്നുമില്ല. ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗാൽവനോമീറ്റർ നീഡിൽ, ബൾബിൻ്റെ പ്രകാശ തീവ്രത, ഈ 2 കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കുക. ആദ്യം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കൂ. മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ അഥവാ ഉത്തരധ്രുവം ഈ കോയിലിനുള്ളിലേക്ക് വളരെ സാവധാനത്തിൽ ചലിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബൾബിൻ്റെ പ്രകാശ തീവ്രത, അതോടൊപ്പം തന്നെ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ഷൻ. എന്തു കണ്ടു? എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത്? അതെ, ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു ഒരു ഭാഗത്തേക്ക്, വളരെ ഫീബിളായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ
ബൾബിൻ്റെ പ്രകാശം എങ്ങനെയായിരുന്നു? വളരെ ചെറുതായി പ്രകാശിച്ചു. ഞാൻ ഈ പ്രവർത്തനം റിപ്പീറ്റ് ചെയ്യുകയാണ്, ആവർത്തിക്കുകയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. ഞാൻ ആദ്യം മാഗ്നറ്റിനെ വളരെ സാവധാനത്തിൽ കോയിലിൻ്റെ സമീപത്തേക്ക് ചലിപ്പിച്ചു. ഇപ്പോൾ വേഗത്തിൽ ചലിപ്പിക്കുകയാണ്. വ്യത്യാസം എന്താണ്? ആദ്യം സാവധാനത്തിൽ, ഇനി ഞാൻ ചലിപ്പിക്കുന്നത് വളരെ വേഗത്തിൽ. കുട്ടികളെ, നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് ബൾബിൻ്റെ പ്രകാശ തീവ്രതയും ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ഷനുമാണ്. ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ പ്രവർത്തനം ഒന്നുകൂടി കാണിക്കാം. എന്താണ് നിങ്ങൾ കണ്ടത്? അതെ, വളരെ ശരിയാണ്. നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്യുന്നു. വെരി ഗുഡ്. ബൾബ് വളരെ തീവ്രമായി പ്രകാശിച്ചു. അതോടൊപ്പം ഗാൽവനോമീറ്റർ നീഡിൽ നേരത്തെ ഡിഫ്ലക്റ്റ് ചെയ്ത് അതേ വശത്ത് എന്നാൽ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലായി? പറയാമോ? അതെ, കോയിലിൽ പ്രേരണം ചെയ്ത EMF അല്ലെങ്കിൽ പ്രേരിത വൈദ്യുതി മാഗ്നറ്റിൻ്റെ ചലനവേഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. The induced EMF or the current in the coil depends on the speed of the magnet. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പരീക്ഷണം ചെയ്തത് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഈ ആനിമേഷൻ കാണിക്കുന്നത്. ശ്രദ്ധിക്കൂ. ഇവിടെ ഇപ്പോൾ എന്ത് വ്യത്യാസമാണ് വരുത്തിയത്? ഇവിടെ ഒരു കോയിലിന് പകരം നിങ്ങൾക്ക് എത്ര കോയിൽ കാണാൻ സാധിക്കും? അതെ, 2 കോയിൽ. ഈ 2 കോയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടുതലും രണ്ടാമത്തെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കുറവുമാണ്. ഞാൻ ഈ മാഗ്നറ്റ് ഒരേ വേഗതയിൽ ചലിപ്പിക്കുകയാണ്. ആദ്യം നമ്പർ ഓഫ് ടേൺസ് കൂടിയ കോയിലിന് സമീപത്തേക്കും, അടുത്തതായി നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുടെ എണ്ണം കുറവായ കോയിലിന് സമീപത്തേക്കും ഒരേ വേഗതയിൽ ചലിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, വേഗത ഞാൻ എന്തു ചെയ്യുന്നില്ല? മാറ്റുന്നില്ല. എന്ത് വ്യത്യാസമാണ് ഇവിടെ ആദ്യത്തെ പ്രവർത്തനത്തിൽ നിന്നുണ്ടായത്? കോയിലുകളുടെ ചുറ്റുകളുടെ എണ്ണം. ശ്രദ്ധിക്കൂ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പരീക്ഷണത്തിൽ എന്ത് ഒബ്സർവേഷനാണ്, എന്ത് നിഗമനത്തിലാണ് നമ്മൾക്ക് എത്താൻ സാധിക്കുന്നത്? ഇവിടെ ചുറ്റുകൾ കൂടുതലുള്ള കോയിലിന് സമീപത്തേക്ക് മാഗ്നറ്റ് ചലിപ്പിച്ചപ്പോൾ ബൾബ് എങ്ങനെ പ്രകാശിച്ചു? അതെ, വെരി ഗുഡ്, വളരെ തീവ്രമായി പ്രകാശിച്ചു. നീഡിലിൻ്റെ ഡിഫ്ലക്ഷനും വളരെ കൂടുതലായിരുന്നു. എന്നാൽ അടുത്ത കോയിലിൽ, അതായത് ചുറ്റുകൾ കുറവുള്ള കോയിലിനുള്ളിലേക്ക് അല്ലെങ്കിൽ കോയിലിന് സമീപത്തേക്ക് മാഗ്നറ്റ് ചലിപ്പിച്ചപ്പോഴോ? പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പരീക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ മാഗ്നറ്റിൻ്റെ വേഗത എന്ത് ചെയ്യാൻ പാടില്ല? വ്യത്യാസം വരുത്താൻ പാടില്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തത്? ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറവായിരുന്നു, ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ഷനും കുറവായിരുന്നു. അതെ, വെരി ഗുഡ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതെ, ഈ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്ത EMF അഥവാ കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട്, പ്രേരണം ചെയ്ത EMF അഥവാ പ്രേരിത വൈദ്യുതി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതെ, ചുറ്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടു മാഗ്നറ്റിൻ്റെ സ്പീഡ്, മാഗ്നറ്റോ കോയിലോ ഏത് മൂവ് ചെയ്താലും മതി. രണ്ടാമതെന്ത് കണ്ടു? കോയിലിൻ്റെ ചുറ്റുകളുടെ എണ്ണത്തെ. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണത്?
നമ്മളവിടെ എന്തു ചെയ്തു? കാന്തത്തിൻ്റെ ശക്തി വ്യത്യാസപ്പെടുത്തി. രണ്ട് കാന്തങ്ങൾ ഉപയോഗിച്ചു. ഒന്ന് സ്ട്രോങ് മാഗ്നറ്റും മറ്റത് വീക്ക് മാഗ്നറ്റും. അവിടെ നമ്മൾ കണ്ടു സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിച്ചപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ നന്നായി ഡിഫ്ലക്റ്റ് ചെയ്യുകയും വീക്ക് മാഗ്നറ്റ് ഉപയോഗിച്ചപ്പോൾ, അതായത് ശക്തി കുറഞ്ഞ കാന്തം ഉപയോഗിച്ചപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ കുറച്ച് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് മനസ്സിലായി. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ 3 തിങ്സ്. അങ്ങനെയല്ലേ നമ്മളിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏതൊക്കെ? സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് ഓർ ദ കോയിൽ. രണ്ടാമത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. മൂന്നാമതോ? അതെ, വളരെ ശരിയാണ്. മൂന്നാമത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. കുട്ടികളെ, നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് അതിലെ ഉത്തരം നോക്കാം. നിങ്ങളുടെ സയൻസ് ഡയറി തുറന്നു വെക്കൂ. അതിലുള്ള ഉത്തരവും ഈ ഉത്തരവും തമ്മിൽ താരതമ്യം ചെയ്യൂ. വ്യത്യാസമുണ്ടോ? ഇല്ല. വ്യത്യാസമുള്ളവർ അത് ഇതിൻ്റെ ശരി ഉത്തരവുമായി താരതമ്യം ചെയ്ത് തിരുത്തി എഴുതുക. നമുക്ക് ഇനി വേറൊരു പ്രവർത്തനത്തിലേക്ക് പോകാം. ഇവിടെ ഇതെൻ്റെ വലത് കൈയാണ്. വലത് കൈയുടെ ഇതേത് വിരലാണ്? ചൂണ്ടുവിരൽ. ഇത് നടുവിരൽ. ഇത് തള്ളവിരൽ. 4 ഫിംഗർ, സെക്കൻഡ് ഫിംഗർ ആൻഡ് ദ തമ്പ്. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ചൂണ്ടുവിരൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കൂ. ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഈ 3 വിരലുകളും പരസ്പരം ലംബമായി വരണം. നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ, വലത് കൈയിലെ വിരലുകൾ ഇങ്ങനെ വെച്ചോ? അത് എല്ലാവരും ശരിയാണ്. ഞാൻ ചെയ്യുന്നത്, ഈ ചൂണ്ടുവിരലുടെ ദിശ മാറ്റാതെ മറ്റ് 2 വിരലുകളും ചലിപ്പിക്കുന്ന ശ്രദ്ധിക്കൂ. എന്നോടൊപ്പം നിങ്ങളിത് ചെയ്യണേ. പറ്റുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ വേറൊരു പ്രവർത്തനം കൂടി തരികയാണ്. വീണ്ടും വലത് കൈയിലെ 3 ഫിംഗേഴ്സ്, 4 ഫിംഗർ, തമ്പ് ആൻഡ് ദ സെക്കൻഡ് ഫിംഗർ നിങ്ങൾക്ക് ഇങ്ങനെ ക്രമീകരിക്കാം. ഈ മിഡിൽ ഫിംഗറിൻ്റെ ദിശ മാറ്റാതെ മറ്റ് 2 4 ഫിംഗറിൻ്റെയും തമ്പിൻ്റെയും ദിശ മാറ്റുന്നത് ശ്രദ്ധിക്കൂ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, അങ്ങനെയാണ്. നോക്കൂ. എന്നോടൊപ്പം ഈ പ്രവർത്തനം ചെയ്തില്ലേ? യെസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും, ഞാൻ എന്തിനാണ് ഈ പ്രവർത്തനം ചെയ്യിപ്പിച്ചത് എന്ന് വിചാരിക്കുകയായിരിക്കും. അതിന് ഒരു കാരണമുണ്ട്. അത് ഞാൻ ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഘട്ടത്തിൽ പറഞ്ഞു തരാം. ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ ചലിക്കുന്ന ഒരു ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലോ. എപ്പോഴാണ് EMF പ്രേരണം ചെയ്യുന്നത്? ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം വരുമ്പോൾ. ശരിയല്ലേ? അതെ. നോക്കൂ, ചാലകത്തെ വിവിധ രീതിയിൽ നമുക്ക് കാന്തിക മണ്ഡലത്തിൽ ചലിപ്പിക്കാം. ഇത് ഒരു കാന്തത്തിൻ്റെ നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ്. ഇവിടെ കാന്തിക മണ്ഡലരേഖകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതൊരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. കാന്തിക മണ്ഡലരേഖകളുടെ ദിശ എന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അതെ, വെരി ഗുഡ്. ഇതൊരു ചാലകമാണെന്ന് സങ്കല്പിക്കുക. ഈ ചാലകത്തെ ഞാൻ ഇങ്ങനെ ചലിപ്പിക്കുന്നു. ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ കാന്തിക മണ്ഡലരേഖകൾക്ക് സമാന്തരമായല്ലേ ഞാൻ ചലിപ്പിക്കുന്നത്? ആണോ? അതെ.
നോക്കൂ, ഞാൻ ചലിപ്പിക്കുന്നു. ഇപ്പോൾ കാന്തിക മണ്ഡലരേഖകളും ഈ ചാലകവും ചലിപ്പിക്കുന്നത് ഒരേ ദിശയിലാണ്. അങ്ങനെയെങ്കിൽ ഈ ചാലകം കാന്തിക മണ്ഡലരേഖകളെ വിച്ഛേദിക്കുന്നുണ്ടോ? അഥവാ ഈ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് എന്തെങ്കിലും വ്യതിയാനം വരുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ചാലകത്തെ കാന്തിക മണ്ഡലരേഖകൾക്ക് സമാന്തരമായി ചലിപ്പിക്കുന്നു. അങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഈ ചാലകം എന്ത് ചെയ്യുന്നില്ല? കാന്തിക മണ്ഡലരേഖകളെ വിച്ഛേദിക്കുന്നില്ല. അഥവാ ഈ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് എന്ത് ചെയ്യുന്നില്ല? വ്യതിയാനം വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ചാലകത്തിൽ EMF പ്രേരണം ചെയ്യുമോ? അഥവാ ഈ ചാലകത്തിലൂടെ പ്രേരിത വൈദ്യുതി ഒഴുകുമോ? ഫാരഡെ പറഞ്ഞത് എന്താണ്? മൈക്കൽ ഫാരഡെ പറഞ്ഞത്, whenever the magnetic flux linked with a coil or a conductor changes, an EMF induced in the coil, as a result the current flows through the coil or a conductor. ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് എപ്പോഴാണോ വ്യത്യാസം വരുന്നത് അപ്പോൾ മാത്രമേ ചാലകത്തിലൂടെ എന്തൊഴുകുകയുള്ളൂ? വൈദ്യുതി ഒഴുകുകയുള്ളൂ. ഇത് ഒരു ക്ലോസ് സർക്യൂട്ട് അല്ല. മനസ്സിലാക്കുക, നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ക്ലോസ് സർക്യൂട്ട് ആണെങ്കിൽ മാത്രമേ വൈദ്യുതി ഒഴുകുകയുള്ളൂ. ഇതൊരു ക്ലോസ് സർക്യൂട്ട് അല്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് മാത്രം ഈ ഒരു ചാലകം എടുക്കുന്നതേ ഉള്ളൂ. ഇതൊരു ക്ലോസ് സർക്യൂട്ട് അല്ല. ക്ലോസ് സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കേണ്ടത് ഇതൊരു ക്ലോസ് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ്. ഇനി ഈ ചാലകത്തെ ഞാൻ എങ്ങനെ ചലിപ്പിക്കുന്നു നോക്കൂ. കാന്തിക മണ്ഡലരേഖകൾ വീണ്ടും സങ്കല്പിക്കുക. നിങ്ങൾ കാണുന്നില്ല എങ്കിലും ഇവിടെ കാന്തിക മണ്ഡലരേഖകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഞാൻ ചലിപ്പിക്കുന്നു. എങ്ങനെ ചലിപ്പിക്കുന്നു? ആദ്യം ഞാൻ താഴേക്ക് ചലിപ്പിക്കുന്നു. ഇപ്പോൾ എങ്ങനെ ചലിപ്പിക്കുന്നു? മുകളിലേക്ക് ചലിപ്പിക്കുന്നു. താഴേക്ക് ചലിപ്പിച്ചാലും ഇഫ് ഐ ആം മൂവിങ് ദ കണ്ടക്ടർ ഡൗൺവേർഡ്സ് ഓർ അപ്വേർഡ്സ്, ഇത് മണ്ഡലരേഖകൾക്ക് ലംബമായല്ലേ ചലിക്കുന്നത്? അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനുകൾക്ക് പെർപെൻഡിക്കുലറായിട്ടാണല്ലോ ചലിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തെ കാര്യം ആലോചിക്കൂ. ഞാൻ പാരലായിട്ട് ചലിപ്പിക്കുന്നു. ഇപ്പോഴാണെങ്കിലോ പെർപെൻഡിക്കുലറായിട്ട് ചലിപ്പിക്കുന്നു. പാരലായിട്ട് ചലിപ്പിച്ചപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? അതെ, ഈ ചാലകം എന്ത് ചെയ്യുന്നില്ല? മണ്ഡലരേഖകളെ വിച്ഛേദിക്കുന്നില്ല. പെർപെൻഡിക്കുലറായി ചലിപ്പിക്കുമ്പോഴോ ഉറപ്പായിട്ടും മണ്ഡലരേഖകളെ വിച്ഛേദിച്ച് തന്നെ ആവണം. ശരിയല്ലേ? അതെ. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഫാരഡെ പറഞ്ഞത് ഒന്നോർക്കാം. ചാലകവുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് വ്യതിയാനം വരുമ്പോൾ ഇപ്പോൾ വ്യതിയാനം വരുന്നുണ്ടോ? പെർപെൻഡിക്കുലറായിട്ട് ചലിപ്പിക്കുമ്പോൾ അഥവാ ലംബമായി ചലിപ്പിക്കുമ്പോൾ മണ്ഡലരേഖകളെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട, ചാലകവുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് വ്യതിയാനം വരുന്നുണ്ട്. വ്യതിയാനം വരുമ്പോൾ ഈ ചാലകത്തിലൂടെ എന്തൊഴുകുന്നു? വൈദ്യുതി ഒഴുകുന്നു. ഓർമ്മിക്കുക, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണെന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ ഒരു ചാലകത്തെ മണ്ഡലരേഖകൾക്ക് ലംബമായി ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ദിശ, പ്രേരിത വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്, നമുക്കൊരു നിയമം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെയാണ് ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം എന്ന് പറയുന്നത്, അഥവാ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തിനാണ് തുടക്കത്തിൽ വലത് കൈ വെച്ച് 2 പ്രവർത്തനം കാണിച്ചതെന്ന്? അതെ, അതിനി മനസ്സിലാക്കി തരാം. നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് ദ തംബ്. All these 3 fingers are in mutually perpendicular direction. ഈ 3 വിരലുകളും പരസ്പരം ലംബമായിരിക്കണം. അങ്ങനെ ലംബമായിരിക്കുമ്പോൾ ഈ 4 ഫിംഗർ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക.
ഈ തമ്പ് ചാലകത്തിൻ്റെ ചലനദിശയെ സൂചിപ്പിക്കുന്നെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സെക്കൻഡ് ഫിംഗർ ചാലകത്തിലൂടെ പ്രേരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിക്കും. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സ്ട്രെച്ച് ഔട്ട് യുവർ forefinger, middle finger and the thumb of your right hand in such a way that these three fingers are in mutually perpendicular direction. സ്ട്രെച്ച് ഔട്ട് ചെയ്തോ നിങ്ങളുടെ ഫിംഗേഴ്സ്, നിങ്ങളുടെ വലത് കൈയിലെ 3 വിരലുകൾ. ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ഇത് ചെയ്തു പോവേണ്ടതാണ്. ഓക്കെ. ഇഫ് ദ forefinger represents the direction of the magnetic field and the thumb represents the direction of the motion of the conductor, then the middle finger or the second finger represents the direction of the induced current. മനസ്സിലായോ? ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ, നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം കുറിക്കുക, അത് പഠിക്കുക. അതോടൊപ്പം ഞാൻ ഇവിടെ കാണിച്ച ഒരു പ്രവർത്തനമുണ്ടല്ലോ, ഈ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഉള്ള ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് കാണിച്ചല്ലോ, അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വരിക.